അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ് പാപ്പയ്ക്ക് കൂടുതൽ വിശ്രമം ആവശ്യമായതിനാൽ ചാൾസ് രാജാവും കാമില രാജ്ഞിയും നിശ്ചയിച്ചിരിക്കുന്ന വത്തിക്കാൻ സന്ദർശനം മാറ്റിവെച്ചു. 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഏപ്രിൽ ആദ്യം വത്തിക്കാൻ സന്ദർശിക്കാൻ ബ്രിട്ടീഷ് രാജദമ്പതികൾ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിൽ സന്ദർശനം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് രാജകുടുംബം പ്രഖ്യാപിക്കുകയായിരുന്നു. നേരത്തെ പരിശുദ്ധ പിതാവുമായുള്ള കൂടിക്കാഴ്ച ഏപ്രിൽ 8 നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ജെറുസലേമിലെ തിരുക്കല്ലറ ദേവാലയത്തിന്റെ പുരാതന കല്ലുകൾക്ക് താഴെ പുരാവസ്തു ഗവേഷകർ തോട്ടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒലിവ് മരങ്ങളും മുന്തിരിവള്ളികളും നിറഞ്ഞ തോട്ടത്തിന്റെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ ഇവിടെ കണ്ടെത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അവിടെ നിന്ന് ലഭിച്ച ആർക്കിയോ ബൊട്ടാണിക്കൽ പൂമ്പൊടിയുടെ വിശകലനത്തിലൂടെ ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഒലിവ് മുന്തിരി കൃഷിയുടെ തെളിവുകളാണ് കണ്ടെത്തിയത്. യേശുവിനെ ക്രൂശിച്ച ഗാഗുൽത്ത മലയും സംസ്കരിച്ച കല്ലറയും ഓർത്തഡോക്സ്, കാത്തലിക്, അർമേനിയൻ സമൂഹങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇന്നുള്ളത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും ലഹരിയുടെ ആസക്തിയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിനായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവകയിൽ ലഹരി ബോധവൽക്കരണ ദിനം ആചരിച്ചു. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ ജിമ്പിൾ തുരുത്തൂർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തുടർന്ന് കയ്യിൽ കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി ഇടവകാംഗങ്ങൾ പള്ളിയങ്കണത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. അതേ തുടർന്ന് ഇടവകയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ലഹരി വിരുദ്ധ റാലി നടത്തി. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയായി അഭിഷിക്തനായ അഭിവന്യ ബസിലിയൂസ് ജോസഫ് തിരുമേനിയുടെ ആത്മീയ നേതൃത്വം യാക്കോബായ സഭയ്ക്കും പൊതുസമൂഹത്തിനും കൂടുതൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെയെന്ന് മാർ റാഫേൽ തട്ടിൽ പിതാവ്. പുതിയ കാതോലിക്കയായി ഉയർത്തപ്പെട്ട അഭിവന്യ ബസിലിയൂസ് ജോസഫ് തിരുമേനിക്ക് നൽകിയ അഭിനന്ദന സന്ദേശത്തിലാണ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇപ്രകാരം ആശംസിച്ചത്. സാഹോദര്യത്തിലും ഐക്യത്തിലും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലും സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വ ശുശ്രൂഷയിൽ ഉണ്ടാകട്ടെയെന്ന് മാർ റാഫേൽ തട്ടിൽ ആശംസ സന്ദേശത്തിൽ പറഞ്ഞു. നൈജീരിയയിൽ പുരോഹിതരെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ തുടരുകയാണ്. ഇസോംബെ ഹോളി ഫാമിലി കാത്തലിക് ചർച്ചിലെ ഇടവക വികാരി ഫാദർ ജോൺ ഉംബേച്ചുവിനെ 2025 മാർച്ച് 23 ഞായറാഴ്ച വൈകുന്നേരം തട്ടിക്കൊണ്ടുപോയി. അന്നേ ദിവസം തട്ടിക്കൊണ്ടുപോകപ്പെട്ട മറ്റൊരു വൈദികനെ പോലീസ് ഉടൻ തന്നെ മോചിപ്പിച്ചു. ഇമോ സ്റ്റേറ്റിലെ ഒഗുട്ട ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ എജമെക്കുരു റോഡിലാണ് സംഭവം നടന്നത്. പുരോഹിതരുടെ വാർഷിക ധ്യാനത്തിലേക്കുള്ള യാത്രാമധ്യേയാണ് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.